ആരെയും ബന്ധപ്പെടുന്നത് തന്നെയാണ് നിലപാട്. എൻ്റെ ബന്ധത്തിൽ ഒന്നും ചെയ്യാത്ത ആരും വീടിനകത്ത് ആരുടെയും ശത്രുത കൊണ്ടുണ്ടോ മൂവിനുകൊണ്ടോ ശിക്ഷിക്കപ്പെടുന്നു. അറിയില്ല, നിങ്ങളൊക്കെ പറയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യാത്തതെന്ന്. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു പോകും, പത്രക്കാർ പറഞ്ഞു പോകും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ ആർക്കുമില്ല. എന്ത് ചെയ്താലും അതിന് രണ്ടു വശം ഉണ്ടാവും. നന്നായി പറ്റിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ അത് എന്താണെങ്കിലും പറയാം. കുട്ട രാജിവെച്ചാലും പറയും, ഒരാൾ മാത്രം രാജിവെച്ചാൽ പറയും. എന്തിനാ പോകുന്നത്, എല്ലാവരും രാജിവെച്ചോളൂ എന്ന് പറയും. എല്ലാവരും രാജിവെച്ചാൽ പറയാം എന്തിനാണ് കുട്ടി ചെയ്തത്, മറ്റേ ആരോപണം ആയിട്ടുള്ളവർ മാത്രം ചെയ്താൽ പോലും ചോദ്യങ്ങളൊക്കെ. ഈ അമ്മയുടെ ഏറ്റവും മുതിർന്ന അംഗമാണ്. അപ്പോൾ ഈ പുതിയ ആളുകൾ, ഈ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ ഈ അമ്മയുടെ തലപ്പത്തേക്ക് എത്തണം, അതല്ല ഈ ജഗദീഷിനെ പോലുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ മോഹൻലാൽ തന്നെ തിരിച്ചെത്തണം, അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെയുണ്ടോ? ആരും മോശക്കാരൊന്നും തന്നെ അവിടെ ആരും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളില്ല. ചെറുപ്പക്കാരോ ആരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരുടെയും വരട്ടെ, നന്നായിട്ട് കാര്യങ്ങൾ പോകണം. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങൾ വരും. പൊളിറ്റീഷ്യന്മാര് രാഷ്ട്രീയ മീറ്റിംഗ് പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ മീറ്റിംഗ് ഞാനുണ്ടായിരുന്ന കഴിഞ്ഞ അവിടെ വളരെ സ്വസ്ഥമായിട്ട് അത് ചെയ്യേണ്ടത്. അതൊക്കെ ഇങ്ങനെ എഴുതാനും അങ്ങനെ എഴുതി ശരിയാവും, അങ്ങനെ അങ്ങനെ കാര്യങ്ങളും അതാണ് ശരി. എല്ലാവർക്കും ഒക്കെ അത് ചെയ്യും. അതല്ലാതെ മറ്റൊരു കാര്യം ചെയ്യാം, അത് ഇങ്ങനെ എഴുതുക അവനും കൂട്ടാം അങ്ങനെ പറയുന്ന ഒരു കോളസംഘം അല്ല. വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയി മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം കുട്ടിയിലേക്ക് നോക്കുമ്പോൾ പുള്ളി പറഞ്ഞ് എന്നൊക്കെ അവിടെ പോയിട്ട് കുസ്തി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞ് പുള്ളി നോമിനേഷൻ കൊടുത്ത് പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പുള്ളി തിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കരുതിച്ചോടെ വലിയ പ്രശ്നങ്ങളാണ്. രണ്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പുള്ളി ഒറ്റ പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല, നല്ല തീരുമാനങ്ങൾക്ക് മനസ്സുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതിൽ പിന്നെ ആരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ നേതാക്കളൊക്കെ. നേതാക്കളാകുമ്പോൾ അവർ ഉണ്ടാക്കി വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളും ഒക്കെ അവരുടെ വശത്തുണ്ടാകും. എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ്. റിപ്പോർട്ടിൽ പലതരത്തിലുള്ള പരാമർശമാണ് ഈ കാസ്റ്റിംഗ് നോച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ, അതായത് താങ്കളുടെ കാര്യം ജൂനിയർ ആയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാലേട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇല്ല, നമ്മുടെ ചുറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് ഒഴിവാക്കിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് എല്ലായിടത്തും ഉണ്ട്. ഇങ്ങോട്ടും കൈയൊഴിയുന്നതല്ല, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല. എവിടെയും ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകുമ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഒരു വിളിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സംഭവം ഉണ്ടാവില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടെന്നും കരുതണ്ട. വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. അവിടെയും തെറ്റിക്കുന്നു. ഞാനൊക്കെ എൻ്റെ സെറ്റിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം പോയി സംസാരിച്ചു. മുകേഷിനെതിരെ ആരോപണം വരുന്നു. സ്വാഭാവികമായി നടൻ എന്നതിനേക്കാൾ അപ്പുറത്തെ ജനപ്രതിനിധി കൂടിയാണ്. ഈ അദ്ദേഹത്തെ ഈ നിലവിൽ ഈ ആരോപണങ്ങൾ ഏൽക്കരുത് പറ്റും, അതിൽ നിന്ന് മാറി നിൽക്കണം, മാറി നിൽക്കണ്ടെന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ. അതൊക്കെ ഇപ്പൊ പാർട്ടിയുടെ പ്രാവാണെങ്കിൽ അപ്പൊ അതിന് അവരുടെയായിട്ടുള്ള കുറെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ മുകേഷ് ഒറ്റക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണമെന്നില്ല. ചിലപ്പോ പാർട്ടി എന്ന് പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും. എന്താണെങ്കിലും ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. മാറി നിൽക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ലാന്ന് കാര്യം. നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ട് അത് എവിടെയാണെങ്കിലും ഒരു ശിക്ഷിക്കപ്പെടണം. അതിനെപ്പറ്റി അന്വേഷണം ഉണ്ടാകും. നല്ല അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. തീർച്ചയായിട്ടും അതിനകത്തും വലിയ കൈകടത്തലുകളും കാര്യങ്ങളുണ്ടാകും. ചർച്ച നടത്തി അഡോളിഷ്യൽ അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടായി തന്നെ ഇരുന്നാൽ മതി. അതല്ല ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ റിപ്പോർട്ടായി തന്നെ ഇരുന്നാൽ മതിയോ? അതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ട, പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിയമ നടപടി നിയമ നടപടിയിലേക്ക് പോകണം. എല്ലാവരുടെയും പേരിലും കുറ്റം ചെയ്തവരെ പറ്റി അന്വേഷിക്കണം. കുറ്റം ചെയ്തു ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. രക്ഷപ്പെടണം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കാര്യങ്ങളൊക്കെ ശരിയാണ്.
റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് മതി. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. Por favor,